ചാനലിലെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങളൊരു ഹോം സ്റ്റേക്ക് പോകുന്നതാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഞാനും മോളും മക്കളും ഇവിടുന്ന് കാറിൽ തിരിച്ചു. എല്ലാവരും കൂടെ ഒരിടത്ത് ഒത്തുകൂടിയതിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. വളരെ രസകരമായ 2 ദിവസം ഞങ്ങൾക്കങ്ങനെ കിട്ടി. അലയിലുള്ള ഫാം സ്റ്റേയിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഓരോരുത്തരായിട്ട് ഓരോ വണ്ടികളിലാണ് എത്തിയത്. വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ട് നല്ല സൗകര്യമുണ്ടായിരുന്നു അവിടെ. വളരെ അതിമനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ ഒരു മജ്ലിസ്, പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ഹാള് പോലൊരു സ്ഥലമുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട്. പിന്നെ അതുകൂടാതെ ഒരു ഹാളും കിച്ചണ്, 3 ബാത്റൂം, 2 ബെഡ്റൂം, പിന്നെ അതുകൂടാതെ വെളിയിൽ 2 സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഇരിക്കാനും കുക്ക് ചെയ്യാനും ഒക്കെയുള്ള സ്ഥലങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു. ഇതാണ് ഞങ്ങൾ ആദ്യം അങ്ങോട്ട് കയറി ചെല്ലുന്ന സ്ഥലം. ഇതിനകത്തിൽ കണ്ടില്ലേ, കൂളർ വെച്ചിട്ടുണ്ട്, സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു വാഷ് ബേസിനുണ്ട്. കുക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് അതിൽ. ഇതിലും അതുപോലെ തന്നെയാണ്, സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലൊരു ഫൗണ്ടനുണ്ട്. പിന്നെ നല്ലൊരു ഗാർഡനുണ്ട്. ധാരാളം ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ചെമ്പകമുണ്ട്. അതുപോലെ പച്ചത്തുളസി അവിടെ ധാരാളം കണ്ടു. ഇതാണ് മജ്ലിസിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഹാള് പോലെ. പുറത്തിരിക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. അവിടെയും സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. പുറത്തുള്ള അതിമനോഹരമായ കാഴ്ചകളാണിത്. ധാരാളം ചെടികൾ, പൂക്കൾ, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ ഒരു സ്വിമ്മിംഗ് പൂളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് മനോഹരമായ മജ്ലിസ്. അടിപൊളിയായിരുന്നു. ധാരാളം സ്ഥലമുണ്ടായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും അതിനകത്തിൽ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ കളിക്കാനും തുടങ്ങി. അവർക്ക് കിട്ടിയതൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി. ചെസ്സ്, ക്യാരംസ് ബോർഡ്, ഇതൊക്കെ എടുത്ത് കളി തുടങ്ങിയിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ അവരുടേതായ രീതിയിലുള്ള കളികൾ തുടങ്ങി. 2-3 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് കളിക്കുന്നുണ്ട് കുട്ടികളൊക്കെ. കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അവരൊരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ശിവയും സൂര്യയൊക്കെ അവരുമായിട്ട് അടുത്തു കളി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു 2 ദിവസം. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് തന്നെ 1 മണിയായിരുന്നു. കുറച്ച് നേരമൊക്കെ കളിച്ചതിന് ശേഷം ആ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങി. അടിപൊളി ബിരിയാണിയൊക്കെ അവർ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കും കിട്ടിയൊരു വെജിറ്റബിൾ ബിരിയാണി. അടുത്തതായിട്ട് വൈകിട്ടത്തേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഉള്ളിയും തേങ്ങയും ഒക്കെയാണ് അരിയുന്നത്. ഇവിടെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ബീഫ് കറി, പോർക്ക്, ഇതൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ. ബീഫ് വെന്തിരിക്കുകയാണ്. ചരുവത്തിലിട്ടിരിക്കുന്നത് ചീനിയാണ്. കപ്പ, പോള, പല പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ ദേശീയ ഭക്ഷണം അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെയാണ് കുക്കിംഗ് എക്സ്പേർട്സ്. തേങ്ങയും ഉള്ളിയൊക്കെ റെഡിയായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ബീഫ് ഇളകുന്നൊരിളക്ക് കണ്ടോ. കുക്കിംഗ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ചീനി വേവായിട്ടുണ്ട്. കപ്പ പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. അതിൻ്റെ ലാസ്റ്റ് കപ്പ വെന്തത് ഊറ്റിയതിന് ശേഷം അതിനകത്തിലേക്ക് അരപ്പ് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. ഇതിനകത്തിൽ അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരെല്ലാം കുക്കിങ്ങിന് സപ്പോർട്ടേഴ്സാണ്. എല്ലാവരും കൂടെ ചേർന്ന് ഇതെല്ലാം ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഇപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ടേസ്റ്റ് നോക്കാനുള്ള സമയമാണ്. ഞാനാണ് ആദ്യം ടേസ്റ്റ് നോക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ടേസ്റ്റ് നോക്കി. നല്ല സൂപ്പർ കപ്പയാണ്.
സദ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റുകളൊക്കെ ഓണായി. കുട്ടികൾ എല്ലാം ഭയങ്കര കളിയൊക്കെ തുടങ്ങി. ഓരോരുത്തരും ഓരോ വിഭാഗമായിട്ട് കളിക്കുകയാണ്. രാത്രിയിൽ പാട്ടും ഡാൻസും കഥ പറച്ചിലും ഒക്കെയായി അടിപൊളിയായി കഴിഞ്ഞു. ക്യാമ്പ് ഫയറും ഒക്കെ ആയിട്ട് എല്ലാവരും താമസിച്ചിട്ടാണ് ഉറങ്ങിയത്. രാവിലെ എല്ലാവരും എഴുന്നേറ്റു റെഡിയായി വന്നു. ഞങ്ങൾക്ക് അന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമായിരുന്നു പഴങ്കഞ്ഞിയായിരുന്നു. എല്ലാവരും അത് കഴിച്ചു തുടങ്ങി. ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് പഴങ്കഞ്ഞി നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. പഴങ്കഞ്ഞിയും ചീനിയും ബീഫും പോർക്കും പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ട തൈര് എല്ലാം കൂടെ പറഞ്ഞു തരാൻ പറ്റത്തില്ല, അത് കഴിച്ച് തന്നെ അറിയണം. ആരോഗ്യത്തിനും വയറിനും ഒക്കെ നല്ല ഒരു ഭക്ഷണമാണ്. ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ പുറകിലായിട്ട് കോഴികളൊക്കെ കരയുന്ന ശബ്ദം കേട്ടു. ഞങ്ങൾ അങ്ങോട്ട് പോയി. പക്ഷെ കോഴികളെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതിന് തൊട്ടടുത്ത് കണ്ടത് ആടാണ്. ആടിനെ കുട്ടികൾ പുല്ലൊക്കെ പറിച്ചു കൊടുത്ത് അവർ ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒട്ടകത്തിൻ്റെ ഫാമും കണ്ടിരുന്നു. പക്ഷെ കയറാൻ കഴിഞ്ഞില്ല, എല്ലാവർക്കും വിശന്നു തുടങ്ങിയിരുന്നു. രാവിലത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അവസാനത്തെ ചടങ്ങായിട്ട് 2 ദിവസം അബുദാബി ഫ്രണ്ട്സിനോടൊപ്പം അടിച്ചു പൊളിച്ച എനിക്കും എൻ്റെ മോൾക്കും മക്കൾക്കും ഒക്കെ വളരെ സന്തോഷമായി. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.